ഇന്ന് ചെറിയ പെരുന്നാളാണ്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും സമാധാനം പുലരണമെന്നും തിരുവനന്തപുരം പാളയം ഇമാം VP ഷുഹൈബ് മൗലവി പറഞ്ഞു. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇന്ന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം നടന്നത്. പാളയം മുസ്ലിം ജമാഅത്ത് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു രാവിലെ 7:30 ഈദ് നമസ്കാരം. ഡോക്ടർ VP ഷുഹൈബ് മൗലവി, അദ്ദേഹം പാളയം ഇമാമാണ്, അദ്ദേഹമാണ് ഈദ് സന്ദേശം നൽകിയത്. ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ആത്മീയത. അതിന്റെ പ്രസക്തി കാലങ്ങളോളം അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരിക്കലും അതിന്റെ പ്രസക്തി കുറയുകയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന തരത്തേക്ക് ഊർജ്ജ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ആഘാതം മാറുകയാണ്. നാട്ടിലുള്ളവർ അടക്കം അതിന്റെ വേദന അനുഭവിക്കുന്ന സാഹചര്യമാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരൊക്കെ വേദനിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ അനിവാര്യത കൂടിയാണ് നോമ്പുകാലം ഓർമ്മിപ്പിച്ചത് എന്നുകൂടിയാണ് ഡോക്ടർ VP ഷുഹൈബ് മൗലവി പറഞ്ഞു വെച്ചത്. നിരപരാധികളായ കുഞ്ഞുങ്ങളെ അടക്കം ആക്രമിച്ചില്ലാതെയാക്കുന്ന സാമ്രാജ്യത്വ സൈനിസ്റ്റ് നിലപാടുകൾ ലോകത്ത് നിലക്കാത്ത വെടിയൊച്ചകൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സഹോദരങ്ങളെ, സമാധാനം പുലരണം എന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെയായി വിപുലമായ സജ്ജീകരണം നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. എല്ലാ വർഷത്തേതും പോലെ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാളയം മുസ്ലിം ജമാഅത്ത് കൌൺസിൽ സജ്ജമാക്കിയിരുന്നത്. ഒരു മാസത്തോളം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ നിറവിൽ ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. 29 നോമ്പ് പൂർത്തിയാക്കിക്കൊണ്ട് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് പെരുന്നാളിലേക്ക് വലിയ ദിവസത്തിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലാവ് കണ്ടത്, അതായത് പെരുന്നാൾ കണ്ടത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന്, വിവിധ മതപണ്ഡിതർ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇന്ന് കേരളത്തിലടക്കം ഈ ദിവസം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതോടനുബന്ധിച്ചുകൊണ്ട് രാവിലെ തന്നെ വിവിധ പള്ളികളിലെല്ലാം തന്നെ ഈദ്ഗാഹുകൾ നടന്നു. വിവിധ പ്രധാന പള്ളികളിൽ ഈദ്ഗാഹുകൾ നടന്നു. പരസ്പരം ആശ്ലേഷിച്ച് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ, പൊതു ഇടങ്ങളിൽ മറൈൻ ഡ്രൈവും, അതോടൊപ്പം എറണാകുളം മറൈൻ ഡ്രൈവും, അതോടൊപ്പം കലൂർ സ്റ്റേഡിയം പരിസരത്തുമെല്ലാം തന്നെ വിപുലമായ രീതിയിൽ തന്നെ ഈദ്ഗാഹുകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ നിസ്കാരങ്ങളെല്ലാം തന്നെ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. നിരവധി പേർ ഇതിൽ പങ്കെടുക്കാൻ, വിശ്വാസികൾ അടക്കമുള്ളവർ നിരവധി പേർ ഈദ്ഗാഹുകളിലേക്ക് എത്തി. ചലച്ചിത്ര താരം SF അലി ഉൾപ്പെടെയുള്ളവർ എറണാകുളം കലൂർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന ഈദ്ഗാഹിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു. വളരെ കലുഷിതമായി നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷമടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളിലും തുടർന്ന് നടന്ന പ്രസംഗങ്ങളിലുമെല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടു. എവിടെയും സമാധാനം പുലരട്ടെ എന്നൊരു സന്ദേശമാണ് പെരുന്നാൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകൾ അത്രയും ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണെന്ന് ഇതിന് നേതൃത്വം നൽകിയ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളിലടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു മാസം നീണ്ടുനിന്ന, വളരെ സഹിഷ്ണുതയോടുകൂടി, സഹനത്തോടുകൂടി നീണ്ടുനിന്ന വ്രതാനുഷ്ഠാന ചടങ്ങുകൾ അവസാനിക്കുന്നു. 29 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിക്കൊണ്ട് വലിയ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, പാരസ്പര്യത്തോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.